ഇപ്പോ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു. അപ്പൊ അത് ശരിയാണെന്ന് ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് പൂക്കോട്ട് മെഡിക്കൽ വെറ്റിനറി കോളേജിലെ സംഭവങ്ങൾ സ്ഥിതി. ഇതിപ്പോ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, ഇത് മഞ്ഞുമലയുടെ ഉപരിതലം മാത്രമാണ്. ശ്രീരാജേന്ദ്രൻ, കേരളത്തിൽ ഒരുപാട് ദിവസമായി കേരളത്തിൽ ചർച്ച ചെയ്തതാണ് സിദ്ധാർത്ഥിന്റെ മരണം. മെയിൻ പ്രതികൾ എന്ന് പറയുന്ന SFIക്കാരാണ്. ഈ SFIക്കാർ ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞ് വിളിച്ച ഒരേ ഒരു വ്യക്തിയാണ് കേരള ഗവർണർ. ഈ കേരള ഗവർണർ തന്നെ ഇപ്പൊ SFI പൂട്ടാൻ വേണ്ടി കേന്ദ്രത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. കേന്ദ്രം SFI പൂട്ടുമോ? കേരള ഗവർണർ വിചാരിച്ചാൽ SFI ചെങ്ങൽക്കിടാൻ പറ്റുമോ? അതങ്ങനെ ചെയ്യുന്നത് കൊണ്ട് SFIയുടെ ശക്തി വർദ്ധിക്കുകയുള്ളൂ. അതിലല്ല കാര്യം. ചങ്ങല ഇട്ട് നിരോധിക്കുന്നത് കൊണ്ടല്ല, നിരോധിക്കാതെ തന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം. ഇപ്പോ ഗവർണർ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചു. അപ്പൊ അത് ശരിയാണെന്ന് ഇപ്പൊ തെളിയിച്ചിരിക്കുകയാണ് പൂക്കോട്ട് മെഡിക്കൽ വെറ്റിനറി കോളേജിലെ സംഭവങ്ങൾ സ്ഥിതി. ഇതിപ്പോ നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ, ഇത് മഞ്ഞുമലയുടെ ഉപരിതലം മാത്രമാണ്. ഇതുപോലെ ധാരാളം കോളേജുകളിലും അവരുടെ ഒരു ഗൂണ്ടായിസം വളരെ ശക്തമായിട്ട് അരങ്ങേറുന്നുണ്ട്. നേരത്തെ തന്നെ തുടങ്ങിയതാണിത്. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ടായിരുന്നു. അവരെവിടെയുണ്ടോ ആധിപത്യം, മറ്റൊന്നും പാർട്ടി ഗ്രാമം പോലെ അവരവരുടെ കോളേജുകളെ മാറ്റിയെടുക്കുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു വിധമായ ദാക്ഷിണ്യവും ഇല്ലാതെ ഇപ്പോ പൂക്കോട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, അവിടെ ഹോസ്റ്റലിലെ ഇരുട്ടുമുറികളുണ്ട്. ആ ഇരുട്ടുമുറികളിൽ മാത്രമല്ല പീഡനങ്ങളും ദുരൂഹമായ സാഹചര്യത്തിലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങളും മയക്കുമരുന്നിന്റെയും ഒക്കെ ലോബികൾ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഇവരെ ഒരു കുന്നിന്മേൽ കൊണ്ടുപോയി വിചാരണ നടത്തിയെന്നാണ് പറയുന്നത്. അത് ശരീഅത്ത് മോഡൽ വിചാരണയാണ്. അത്തരം വിചാരണകൾ പാലക്കാട്ട് മറ്റും നടക്കുന്നതായി പറയുന്നു. അത് PFന്റെ സവിശേഷമായിട്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ്. PFന്റെ, പോപ്പുലർ ഫ്രണ്ടിന്റെ. ഗവർണറും അതുപോലെ തന്നെ കേരളത്തിന്റെ പൊതുമണ്ഡലവും സംശയിക്കുന്ന ഒരു കാര്യം, PF അണികൾ PFനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കും അതിന്റെ ചെറിയ ആൾക്കാർ, വിദ്യാർത്ഥി വിഭാഗങ്ങൾ, വിദ്യാർത്ഥികൾ അതിന് അനുകൂലമായിട്ടുള്ളവരുണ്ടല്ലോ, അവരാണല്ലോ അവിടെ അഭിമന്യുവിനെ കൊന്നത്. അഭിമന്യുവിനെ കോളേജ് ക്യാമ്പസിൽ വെച്ച് തന്നെ കൊന്നത്. അപ്പൊ അതിന്റെ കേഡറുകൾ കോളേജിൽ മാത്രമല്ല ശ്രീരാജൻ, കേരളത്തിൽ മിക്ക കോളേജിലും ഇരുട്ടുമുറികളുണ്ടെന്ന് പല വിദ്യാർത്ഥികൾ പുറത്ത് പറയുന്നുണ്ട്. അതെ, വളരെ ക്രൂരമായ എല്ലായിടത്തും ഉണ്ട്. യൂണിവേഴ്സിറ്റി കോളേജിലുണ്ട്, അങ്ങനെ പല കോളേജുകളിലും ഇതുണ്ട്. അവരുടെ ധാർഷ്ട്യം ഭയങ്കരമാണ്. സാധാരണ രീതി പത്രപ്രവർത്തകരെ ആരും കയറി ആക്രമിക്കാറില്ല. അതും ദൂരദർശന്റെ വേണ്ടിയിട്ട് ഒരു കവറേജിന് അവിടെ പോയപ്പോൾ എനിക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. യാതൊരു കാര്യമില്ല. ക്യാമ്പസിലൊക്കെ എന്താണ് നിന്റെ പ്രശ്നമെന്നും പറഞ്ഞിട്ടാണ് കയറി ആക്രമിക്കാൻ വന്നത്. അദ്ദേഹം പിന്നീട് ഒരു വലിയ ശാരീരികമായിട്ട് അതികായനായ ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം പിന്നീട് പാർട്ടിയുടെ സഹായത്തോടു കൂടി ശിശു ക്ഷേമ സമിതിയുടെ അധ്യക്ഷനാവുകയൊക്കെ ചെയ്തു. അത് പല കാര്യം. അദ്ദേഹം ഉയർന്ന നിലയിൽ പോയി, ഇപ്പൊ പാർട്ടിയിലില്ല. അദ്ദേഹം ഒന്ന് വേറൊരു കാര്യം. അവിടെ ഏഷ്യാനെറ്റിന്റെ റീജിയണൽ എഡിറ്ററായിട്ട് ഇപ്പൊ ഇരിക്കുന്ന, കോർഡിനേറ്റർ ആയിട്ട് ഇപ്പൊ ഇരിക്കുന്ന S. ബിജു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. ക്യാമറാന്റെ നേരെയും ഉടുപ്പിന് കോളറിനെ പിടിച്ച് വലിക്കുകയും അങ്ങനെയുള്ള സംഭവങ്ങളും വെല്ലുവിളി നേതാക്കൾ ആർഷ ഉൾപ്പെടെ എല്ലാവർക്കും ഇരുട്ടുമുറിയുടെ താരിയറിയാം. അവരൊന്നും ഇരുട്ടുമുറി അടച്ചുപൂട്ടാൻ ശ്രമിക്കുന്നില്ല. അതെ, ഈ SFI തന്നെ പണ്ടൊരു കാലത്ത് ഈ റാഗിങ്ങിനെതിരെ സമരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അതിനെതിരെ നടപടിയും അതുപോലെ തന്നെ അക്രമവും സ്വീകരിച്ച ആൾക്കാരാണ്. അവർ തന്നെ ഇപ്പോ ഒരു വട്ടം പൂർത്തിയാക്കിക്കൊണ്ട് ഇപ്പൊ റാഗിങ് തന്നെ നടത്തുന്നു. വളരെ ക്രൂരമായിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടത്. 3 ദിവസവും ബെൽറ്റ് കൊണ്ട്, കേബിൾ കൊണ്ട് ഒക്കെ ആക്രമിച്ചത്. ഒക്കെ ആക്രമിക്കുക മാത്രമല്ല, ക്രൂരമായ നരഹത്യയാണ് നടത്തിയത്. സാധാരണ കൊലപാതകമല്ല, ഒറ്റവെട്ടിനോ അല്ലെങ്കിൽ ഒറ്റവെടിക്കോ തീർക്കുകയല്ല, ക്രൂരമായിട്ട് നരകിപ്പിച്ച് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും മറ്റും ഇട്ട് ചെയ്യുന്നത് പോലുള്ള ക്രൂരതയാണ് അവർ കാണിച്ചത്. ഇപ്പോ ഇസ്രായേൽ നടത്തുന്ന കൊലപാതകങ്ങൾക്കെതിരെയൊക്കെ നാട്ടിലുടനീളം പ്രതിഷേധിക്കുന്ന അവരാ യുദ്ധത്തിന്റെ മോഡലിലുള്ള കൊലപാതകങ്ങളാണ് നടത്തുന്നത് തീർച്ചയായിട്ടും. അതേസമയം ഇവിടെ ക്രൂരമായിട്ട് 3 ദിവസം ഒരാളുടെ ജീവിതം വലിച്ചു നീട്ടിക്കൊണ്ട്, കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ട്, സഹിക്കാൻ വയ്യാത്ത പീഡനങ്ങൾക്ക് ഇരയാക്കിക്കൊണ്ട് പിന്നെ മരിക്കുകയല്ലാതെ മരണത്തിനും ആത്മഹത്യക്കും ഇടയിലുള്ള ഒരു ജീവിതം 3 ദിവസം നയിക്കേണ്ടി വന്ന ഒരാളാണ് കലാകാരൻ കൂടിയായിട്ടുള്ള ഈ സിദ്ധാർത്ഥൻ എന്നുള്ളത് നമ്മൾ കേരളത്തിന് കരച്ചിലൂടെ അല്ലാതെ നോക്കാൻ കഴിയുകയില്ല. എന്നിട്ട് ഈ ബുദ്ധി കേരളത്തിൽ ഏറ്റവും വലിയ ശത്രു എന്നാണ് കേരള ഗവർണർ ആണ്. ആ ഗവർണറാണ്. അതെ, ഗവർണർക്കെതിരെ ഇതുപോലെ ബ്ലഡി ക്രിമിനൽസ് തന്നെ SFI വിളിച്ചതും കേരള ഗവർണർ. പക്ഷേ ഈ കേരള ഗവർണർ കേന്ദ്രത്തിന് വെച്ച് SFI കൂട്ടാൻ പറ്റും, നിരോധിത സംസ്ഥാനമായിട്ട് SFI മാറ്റാൻ പറ്റൂ? ചെന്നായ്ക്കളുടെ ക്രൗര്യത്തോടുകൂടി തന്നെയാണ് ഇത്രയും പ്രായമായത് മനുഷ്യനെതിരെ അവര് കടന്നാക്രമണം നടത്തിക്കൊണ്ടിരിക്കും. ചെന്നായ്ക്കളുടെ ക്രൗര്യത്തോടു കൂടി തന്നെയാണ്, അഴിച്ചുവിട്ട ചെന്നായ്ക്കളെ പോലെ തന്നെയാണ്
അവരെ പെരുമാറുന്നത്. കൂട്ടിലടയ്ക്കാത്ത ചെന്നായ്ക്കളെ പോലെ തന്നെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആ ധാർഷ്ട്യവും ആ ക്രൗര്യവും കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഗവർണർ വിചാരിച്ചാലും വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ SFIയെ നിരോധിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് കടുത്ത പ്രതിഷേധങ്ങളുണ്ടാവും. ബുദ്ധിജീവികളെല്ലാം അന്നേരം ഇപ്പോൾ മൗനമായിട്ടിരിക്കുന്ന ബുദ്ധിജീവികളൊക്കെ അപ്പോൾ വാചാലമാകും. അതിന്റെയൊക്കെ ഫലമായിട്ട് CPMന്റെ ആ റേറ്റിംഗ് ഒന്നുകൂടെ കൂടുകയായിരിക്കും ഫലം നിരോധിച്ചു കഴിഞ്ഞാൽ. PFനെ നിരോധിക്കുന്ന പോലെ അല്ല SFIയെ നിരോധിക്കുക എന്ന് പറഞ്ഞാൽ. PFന്റെ ഒരു ഭാഗം കൂടി ഇപ്പൊ SFI അതിന്റെ ശൈലി മാറ്റമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ SFI എന്ന് പറയുന്ന ആദർശപരമായിട്ട് ഇത്തരം ഒരു സംഘടനയല്ല, പഴയ SFIയും അല്ല. അതിൽ നിന്നും പരിണാമം സംഭവിച്ച ഒരു പുതിയ ജീവിയാണ് ആയിട്ടാണിപ്പോ SFI വന്നിരിക്കുന്നത്. പരിണാമം സംഭവിച്ചിരിക്കുന്നത് ആ PFന്റെ കടന്ന് കയറ്റം കൊണ്ട് അവരറിയാതെ തന്നെ കടന്ന് അവരുടെ അടികളിൽ പെട്ടതിന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ PF ഇപ്പോൾ നിലനിൽക്കുന്നത് CPMലൂടെയും അതുപോലെ SFIയിലൂടെയുമാണ്. അപ്പൊ അങ്ങനെ തന്നെ SFI എന്ന് പറയുന്നത് ഒരു കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം തന്നെയാണ്. അത് അംഗീകരിച്ചേ മതിയോ. അതിനെ ഇപ്പോൾ നിരോധിച്ചു കഴിയുമ്പോൾ അത് വലിയ വ്യാപകമായ പ്രതിഷേധങ്ങൾക്കും കേന്ദ്രത്തിന്റെ ഫാഷിസ്റ്റ് നയവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രതിഷേധങ്ങളും ഇപ്പൊ ഈ KSU നടത്തുന്ന പോലുള്ള പ്രതിഷേധങ്ങളായിരിക്കില്ല. കേരളം തന്നെ കത്തിച്ചു കുട്ടിച്ചോറാക്കി കളയും അവരെന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ സമരം ചെയ്യാൻ എല്ലാ വിദ്യാർത്ഥി സംഘടനകൾക്കും അവകാശമുണ്ട്. പക്ഷെ ഇതേപോലെ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കളഞ്ഞിട്ട് വേണം നോക്കിക്കോ. അപ്പൊ അഭിലാഷ് നോക്കിക്കോ, SFIയെ നിരോധിക്കുകയാണെങ്കിൽ KSUവും കൂടെ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യും. ഈ അവസരത്തിൽ അതായിരിക്കും സംഭവിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കേന്ദ്രത്തിനെതിരെ ഫാഷിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സമരം നടത്താനുള്ള സാധ്യതയുള്ളത്. പക്ഷേ അതല്ലാതെ കൊണ്ട് മൊത്തത്തിലായിട്ടുള്ള ഒരു നടപടി കലാലയ രാഷ്ട്രീയത്തിൽ അക്രമം അവസാനിപ്പിക്കാൻ വേണ്ടി UGCക്ക് തന്നെ മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ കഴിയും. അതിനാണ് ഇവിടെ ഈ റാഗിംഗ്, ആന്റി റാഗിംഗ് ഓരോ കൗൺസിൽ ഓരോ കോളേജിലും ഉണ്ടായിരിക്കണമെന്നാണ്. ഇവിടെ ഉണ്ടായിട്ടില്ല. ഇതിനൊക്കെ ഉത്തരവാദി അവിടുത്തെ ഡീൻ തന്നെയാണ്. ഇതൊക്കെ നോക്കേണ്ട ആള് ഹോസ്റ്റലിന്റെ കൂടെ ചുമതല ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അയാളാണ് ചോദിക്കുന്നത്, എനിക്ക് സെക്യൂരിറ്റിയുടെ പണിയല്ല. ഇതുപോലുള്ള ആൾക്കാർ UGCയുടെ വമ്പിച്ച ശമ്പളവും ഒക്കെ വാങ്ങിച്ചിട്ട് അവനവന്റെ ഉത്തരവ് നിറവേറ്റാത്തതിന്റെ ഫലം കൂടിയാണ് ഈ ക്യാമ്പസുകളിൽ ഇങ്ങനെ ഈ വിഷക്കൂണുകൾ മുളച്ച് പൊന്തി മനുഷ്യന്റെ ജീവന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുത അവശേഷിക്കുന്നു. അപ്പോ അവരെ ആന്റി റാഗിംഗ് സെല്ലുകൾ വളരെ ശക്തമാക്കുക. ആ കൗൺസിലിലേക്ക് ഗവർണർക്ക് ചിലതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സെല്ലുകളിൽ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാരെ, നാട്ടുകാരെ ഒക്കെ, കഴിവുറ്റ ആളുകളെയൊക്കെ, ഇതെപ്പോഴും ശ്രദ്ധിക്കാൻ ജാഗരൂകതയുള്ള ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ട് അതിനെല്ലാം ഒരു തിരുത്തു വരുത്താൻ തീർച്ചയായിട്ടും ഇപ്പൊ ചാൻസലർ തന്നെയായിട്ട് അജയ്യനായിട്ട് തുടരുന്ന ഗവർണർക്ക് തീർച്ചയായിട്ടും കഴിയും. കേരളത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു നിരോധനവും ഇല്ലാതെ തന്നെ ഇതൊക്കെ ശക്തിപ്പെടുത്താനും പാർട്ടിയെ കേന്ദ്രത്തിന് ഉപയോഗിച്ച് ഗവർണർ എങ്ങനെ കൂട്ടാൻ പറ്റും വരും ദിവസം കണ്ടറിയും. നന്ദി ശ്രീ രാജേന്ദ്രൻ.